എന്തൊക്കെ പറഞ്ഞാലും ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അത് കോമഡി ഒക്കെ എന്നെ ചിരിപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അത് കൊള്ളാം. ഓ എന്റെ കൈ ധരിച്ചിട്ട് വയ്യ. ഇന്ന് ഞാൻ ആ പന്നീനടിക്കും. അവൻ എവിടെയുണ്ട്? നീ പെണ്ണടിക്കോ? നീ ചിരിക്കണ്ട, ഞാൻ ബോക്സിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഒരാളെ ഇടിക്കാനുള്ള ആമ്പിയറൊക്കെ എനിക്കുണ്ട് കേട്ടാ. അവൻ എവിടെയുണ്ട്? നീ ശരിക്കും ബോക്സിങ്ങിനൊക്കെ പോണ്ട്? പിന്നല്ലാണ്ട് വെറുതെക്കാ. എന്താ ജിങ്കാന സിനിമ കണ്ടിട്ടാണോ? അയ്യേ, അത് ബോക്സിംഗ് പടാണ്. ആ കാര്യത്തിക്ക് സ്ക്രിപ്റ്റിംഗ് തരാൻ പറയും. ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ബോക്സിംഗ് പടം എങ്ങനെ എടുക്കാറ്. ആ അങ്ങോട്ട് ചെന്ന് കേറി കൊടുക്ക്. നല്ല ബെസ്റ്റ് ഇട കിട്ടൂട്ടാ. നല്ല പ്രായത്തിൽ നടുവിന് കിടക്കണം. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേ. നീ ഒന്ന് ഇടിച്ചു നോക്കി. നീ എന്താണ് എയർ പിടിച്ച് വയ്യാണ്ട ഇടിക്കണ്ടെങ്കിൽ ഇടിക്കുക. സിക്സ് പാക്ക് പിടിച്ചിട്ടുണ്ടാണ്ടില്ലേ? ഞാൻ ശരിക്കും ഇടിക്കൂട്ടാ. ഇടിക്കാനല്ല നിക്കണേ. വേണ്ട, നീ സാധാരണ പെമ്പിള്ളേരെ പോലെ പഞ്ഞിടി ആയിരിക്കില്ല. BSF ട്രെയിനിങ് കഴിഞ്ഞാ നിക്കണേ. നല്ല ഇടിക്കും ഞാൻ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ വേണ്ടാന്ന്. ഇതാ ഞാൻ നിനക്ക് വിഷമം ഉണ്ടെന്ന് നോക്കിയതല്ലേ. ആ ഫോൺ ഇടണേ. 2 കൈ ഇടിച്ചോടാ. കഴിഞ്ഞ ഇടിച്ചോ. ഓ മതി. ഇതാ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആരാന്ന്? നടന്നോളൂ. ഇപ്പൊ എനിക്ക് തരി ഫാറ്റ് ഇല്ലല്ലോ. വാരിയല്ലേ അത് 6 പാക്ക് ആവാൻ മനസ്സിലാവണില്ലേ? നടന്നോളോ, ഞാൻ ബാക്കിലുണ്ട്. ഈ ചേച്ചിമാരൊക്കെ ഇങ്ങനെ നോക്കണ ഇവരൊന്നും ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതെ, ഇവിടെ കപ്പിൾസ് ഒക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ പോലെ എന്തെങ്കിലും തട്ടുമുട്ടൊക്കെ നടക്കണെന്ന് നോക്കാനാ. നല്ല വേനയുണ്ടല്ലേ? വേനയൊന്നല്ല, എനിക്ക് നല്ലോണം വിശക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? എനിക്ക് വിശക്കുന്നില്ല. എന്നാ നിന്റെ പൈസക്ക് നീ എനിക്ക് എന്തെങ്കിലും പഠിച്ചാൽ. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. ഞാൻ കരഞ്ഞൂന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? പൈസ പോണ കേസായിപ്പോ വിഷയം മാറ്റിയില്ല. ഇപ്പൊ പിള്ളേരൊക്കെ എന്തെങ്ങനെ? അത് എന്റെ പെങ്ങളുടെ മുകളിലേ ജോണപ്പൻ. അന്ന് എന്റെ കുട്ടിയാണോ? അവരിന്നലെ വലിയൊരു പള്ളി പെരുന്നാളിന് പോയപ്പോ നീ അവിടെ നിന്ന് കരയണ കണ്ടു. ഒരു ചെക്കൻ്റെ മുമ്പിൽ നിന്നിട്ട് കൂടെ ഒരു വയസ്സായിട്ടുള്ള ചേച്ചി ഉണ്ടെന്നാ പറഞ്ഞ. അതെന്റെ എക്സ് ലവർ അമ്മയായിരുന്നു. എക്സ് ലവറാ? നിനക്ക് എക്സ് ഒക്കെ ഉണ്ടായിരുന്ന? ശരി, ബൈ. കേക്ക് എക്സ് അല്ലേ? പറഞ്ഞു തോലിക്ക്. അവന്റെ അമ്മേനെ ഞാൻ എന്റെ സ്വന്തം അമ്മയായിട്ടാ കണ്ടിട്ടുണ്ടായിരുന്നെ. അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു എന്നോട്. പിന്നെ പിന്നെ അവന് ഞാൻ എന്ത് ചെയ്താലും സംശയ. അവൻ പറയണ കേട്ടിട്ട് അമ്മയ്ക്കും പിന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആവണേ. ഞാൻ എൻ്റെ മാക്സിമം ഹോൾഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ അമ്മയുടെ സൈഡിൽ നിന്നും എന്നെ ഹേർട്ട് ചെയ്യണ പോലെ കുറേ സംസാരം ഉണ്ടായി. ഞാൻ കുറേ കഷ്ടപ്പെട്ട് സമയം എടുത്തിട്ടാണ് അതെല്ലാം സർവേ ചെയ്ത് വന്നത്.